പ്രഭാരനിരിക്കൂ, ആശ കുളിക്കാൻ ഇപ്പൊ വരും. ഇത് 250 രൂപയുണ്ട്. ഞാൻ മിസ് ആശയ്ക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് അവരെ കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ പണം മടക്കി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. നിൽക്കൂ, ഇവിടെ വരെ വന്നിട്ട് ആശയെ കാണാതെ പോകുന്നത് എന്തായാലും ശരിയല്ല. അങ്ങനെ ഒരു ബന്ധമല്ല ആശയ്ക്ക് നിങ്ങളോടുള്ളത്. എന്ത് ബന്ധം? എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച അവരല്ലേ? ആ ധാരണ ശരിയല്ല. കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആശ പ്രഭാരനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ദുവിനെ പ്രഭാരം കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സ്ഥാനത്ത്. സ്റ്റെല്ല, നീ സംസാരിച്ചു നിന്നതല്ലാതെ പ്രഭാകരന് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല അല്ലേ? എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ. ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ആ, ഒരു പ്രധാന കാര്യം, ഞാൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചത് വളരെ പ്രയോജനം ചെയ്തു. ചിലതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഞാൻ SP കാണാൻ പോവാണ്. പ്രഭാകരൻ കൂടി എന്നോടൊപ്പം വരണം. ഈ ബേബിച്ച മുതലാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ജുവലറി, ഫൈനാൻസ് കമ്പനി, എക്സ്പോർട്സ്, എസ്റ്റേറ്റ് തുടങ്ങി പലതുമുള്ള ആളാ. പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട്. സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. തെളിവുകൾ ഉണ്ടാക്കാൻ സാർ. തെക്കേപ്പാട്ട് ജ്വല്ലറിയിൽ മോഷണം നടത്തിയത് വാസുവല്ല, ഈ ബേബിച്ച മുതലാളിയുടെ ആളാണ്. തെക്കേപ്പാട്ട് ജ്വല്ലറി മോഷണ കേസ് വാസുവിനെ പിടിച്ചത് ഈ നിൽക്കുന്ന പ്രഭാകരൻ തന്നെയല്ലേ? അത് ആള് മാറിപ്പോയതാണ് സാർ. അപ്പോ അത് ആരാണെന്നറിയാതെ നിങ്ങളുടെ പേരിലുള്ള സസ്പെൻഷൻ പോലും എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. ആളെ അറിയാം സാർ. അതൊരു അച്ചുവാണ്. അയാളെ കണ്ടുപിടിച്ചാൽ ഈ ഒരു കേസ് മാത്രമല്ല, മറ്റു പലതിനും തുമ്പുണ്ടാവും. അയാളുടെ വേറെ ബൂട്ട്സ് അറിയാൻ എന്താ വഴി? ഇപ്പൊ ജയിലിലുള്ള വാസുവിന് അച്ചുവിന്റെ താവളങ്ങളെല്ലാം അറിയാം. വാസുവിനെ 1-2 ദിവസത്തേക്ക് വിട്ടുതരാനുള്ള ഏർപ്പാടുകൾ സാറ് ചെയ്തു തരണം. യു മീൻ മുള്ളുകൊണ്ട് മുള്ളെടുക്കുക, അതല്ലേ? സാർ, പക്ഷെ അതിലുള്ള റിസ്ക് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സാർ. ഓക്കെ, നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാം. അച്ഛൻ്റെ ഒരു താവളം നാരായണന്റെ വീടാ. അണ്ണൻ എന്താ വേണ്ടത്? കോഴിയാടോ? മീൻകറി മതി. അല്ല, ഇതാര് വാസുവോ? എവിടെയായിരുന്നു ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നുവല്ലേ? നീങ്ങ വന്നേ, ഞാൻ അവളെ നടത്ത് കാണട്ടെ. ആയ കാലത്ത് ഞാനും ഇവിടെ പോലെ ഇരുന്നതാ. നിനക്ക് എത്ര അഡ്വാൻസ് വേണോടി? എത്ര കിട്ടുമെന്ന് പറ. 10,000 വരെ ആരും കണ്ണുടച്ചു തരും. പിന്നെ കിട്ടുന്ന അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും. അച്ചുവിടെ അവനെ കണ്ടിരുന്ന കാര്യം വേഗം ശരിയായനെ. ആ കാര്യം വാസം അറിഞ്ഞില്ലേ? ആ കള്ളയുടെ ആ ഫ്രണ്ട് എടുത്തുനിന്ന് പോയി. ഇപ്പൊ ആ പങ്കജാക്ഷിയുടെ കൂടെയാ. ഏത് പങ്കജാക്ഷി? പങ്കജാക്ഷി, എടി പങ്കജാക്ഷി. എന്താ? എന്റെ അച്ഛനെ വിളിച്ച്. ഏത് അച്ചുവണ്ണൻ? എന്റെ അച്ഛൻ. നീ കൈവശം കൊടുത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ? അത് നിന്റെ തൊടില് ചാരായത്തിൽ നീ ജപിച്ചു കൊടുത്തത്. അത് ഛർദ്ദിപ്പിക്കാൻ ഞാൻ പെട്ടപാട് എനിക്കറിയാം. എന്റെ കഞ്ഞി പാറ്റായിട്ടുണ്ട് അപരാധം പറയുന്നു. എന്നാലും നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇവിടുത്തെ പോകും. മര്യാദയ്ക്ക് രണ്ടെണ്ണത്തിന് ഞാൻ കുത്തി മലർത്തും പറഞ്ഞേക്കാം. നാരായണി നീ പോ. ഇല്ല, അച്ചുവണ്ണം വന്നാലേ ഞാൻ പോവും. എനിക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ടെന്ന് നീ കണ്ടോടി എന്തവളെ. അണ്ണന്മാരെ, നിങ്ങളിങ്ങ് വാ. മാധവാ, കുട്ടി, ഭാസ്കര, ഓടിവാ.
ആരെ മോളെ ഇവര്? എന്റെ ചിറ്റപ്പൻ. ഈ മനുഷ്യനെ ഞങ്ങൾ വഴിയാധാരാക്കിയത്. ഒളിച്ച താമസ കണ്ടുപിടിക്കലെന്ന് വിചാരിച്ചു. മധുരത്തിന് സുവാസം കൊണ്ടുപോടാ. വിടണോ അവളെ? വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. താനാരാ ചോദിക്കാൻ? എന്റെ ഭാര്യയെ ബാലെ കൊണ്ടുപോകാൻ നടന്നിരിക്കുന്നത്. ആരായാലും ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ എന്റെ മോളാ. കള്ളും ചാരായം കുടിച്ച് ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതിന് പ്രാശ്ചിത്തായിട്ട് ഒരു നല്ല കാര്യമെങ്കിലും എനിക്ക് ചെയ്യണം. ഈ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. തടി കയറാനായിട്ട് മാറിക്കൂ. ഭീഷണിപ്പെടുത്തുന്നോ? കൊല്ലങ്ങൾ പോലീസുകാരനായിരുന്നവനാടാ ഞാൻ. കിളവനാണെങ്കിലും ഇപ്പോഴും ആ രക്തം തന്നെയാടാ എന്റെ ശരീരത്തില്. അക്രമം എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. അതുപോലെ നിന്നെപ്പോലുള്ള ഗുണ്ടകളെ. എടോ, തെക്കേപ്പാട്ട് ജുവലേഴ്സിൽ നിന്നും മോഷ്ടിച്ച സ്വർണം നീ എന്ത് ചെയ്തു? എടാ, മോഷ്ടിക്കുന്നത് നീ, ഇടികൊള്ളുന്നത് നീ, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ തന്നെ. പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റാരുവാ? അതാരാ? അത് ശരി. അയാൾ ഈ സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത്? ഉരുക്കി വേറെ ഉരുപ്പടി ഉണ്ടാക്കി അവരുടെ കടയിൽ കൊണ്ടുവച്ച് വിൽക്കും. ബേബിച്ചിന് പെൺവാണിഭം ഉണ്ടല്ലേ? എടാ, പെണ്ണ് കച്ചവടം ഉണ്ടോന്ന്? 10-20 പെൺകുട്ടികളെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവരെവിടേക്കോ ജോലിക്ക് അയച്ചു. പ്രഭാര, ഇന്ദുവിന്റെ ചിറ്റപ്പം വന്ന് ഇന്ദുവിനെയും അവിടെ അമ്മയെ എങ്ങോട്ടോ പിടിച്ചോണ്ട് പോയി. ഇവനകത്തിട. ഒരു പാവം പോലീസുകാരനെ രക്ഷകനായിട്ട് കിട്ടിയപ്പോ എല്ലാം നേടിയെന്ന് കരുതിയോ അമ്മയും മോളും? എന്റെ മോക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, പണവും വേണ്ട. പക്ഷെ എനിക്ക് നിന്റെ മോളെ വേണമല്ലോ. തങ്കപ്പാ, ഈ തള്ള ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല മുതലാളി. കേടി. അക്കൗണ്ട് ബുക്സ്, മേജർ ഫയൽസ് ഒന്ന് പരിശോധിക്കണം. എന്നെ കളിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞ നിന്നെ വെറുതെ വിടരുതെന്ന് എന്റെ വാശിയായിരുന്നു. ഏതായാലും ഇനി എനിക്ക് നിന്നെ വേണ്ട. ഈ പിള്ളേർ എന്റെ പാർട്ട്നേഴ്സിന്റെ മക്കളാ. കുറെ ദൂരെ നിന്ന് വന്നതാ. അവരെ ഒന്ന് പരിചയപ്പെട്, നിനക്ക് പ്രയോജനം ഉണ്ടായി. ആ എസ് ഐ നമ്മുടെ ഫൈനാൻസ് കമ്പനി റെയ്ഡ് നടത്തുന്നെന്ന്. മന്ത്രിസഭയിലുള്ള നമ്മുടെ പയ്യൻ എനിക്ക് നേരത്തെ സൂചന തന്നിരുന്നു. എല്ലായിടത്തും കയറുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിട്ടി കമ്പനിയിൽ ഒന്ന് കയറുമെന്ന്. പത്രക്കാരുടെ വായടയ്ക്കാന് ഇവിടേക്കും വരാൻ സാധ്യതയുണ്ടെന്ന്. എങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. മാടി. Come on. നമ്മുടെ ഇന്ദു മോള്. ഇന്ദുവിടെ ബേബിച്ചന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ.
ഫയൽ എവിടെ? ഹലോ, ഞാൻ എവിടെയുണ്ടെന്ന് പറയണ്ട. ശരി മാഡം. ദേവച്ചൻ എവിടെയോ? ഇൻസ്പെക്ടർ ആശാ നായർ. ഈ ബേബിച്ചനെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് കരുതിയോ നീ? നിന്റെ മേലാളന്മാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാടിയത്. എന്റെ ഒരു ഫൈനാൻസ് സ്ഥാപനമോ ജുവലറിയോ റെയ്ഡ് ചെയ്തെന്ന് വെച്ച് തളരുന്നവനല്ല ഈ ബേബിച്ചൻ. ഒരു ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയപ്പോഴേക്കും നീ അങ്ങ് സ്വയം മറന്നു. ഈ വേഷം അഴിച്ചാൽ നീയും വെറും പെണ്ണാണ്. മാത്രമല്ല, നിന്നെപ്പോലൊരു സുന്ദരിക്ക് ചേർന്നല്ല ഈ പരുക്കൻ വേഷം. Well done, Asha. I am really proud of you. താങ്ക് യു സർ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നവർ പ്രഭാകരനും വാസുവുമാണ്. Yes, I know it. എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാസുവിന് ഉറപ്പ് തരുന്നു. വളരെ ഉപകാരം സാർ. പ്രഭാകരന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉടനെ ചെയ്യാം. ചിലപ്പോ ഒരു പ്രൊമോഷനും ചാൻസ് ഉണ്ട്. താങ്ക് യു സാർ. ആ, ഇത് പ്രഭാകരൻ തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല. സസ്പെൻഷൻ കഴിഞ്ഞ ഉടനെ പ്രൊമോഷൻ. നീ ഭാഗ്യവാനണ്ട പ്രഭാകര. അബ്ദുക്ക, ഓ, ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്തിന്? ഈ എടാ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കണം. ഞാനിപ്പോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറാണ്. അബ്ദുക്ക, ആ മര്യാദക്ക് തൊണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് കീഴടങ്ങ്. ഏത് തൊണ്ടി? കള്ള അമർ നീ അല്ലപ്പോ കട്ടോണ്ടോടെ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അബ്ദുക്ക, അത് ഞാനല്ല. സ്റ്റേഷനിലോട്ട് തരണം. ഞാനല്ല, സ്റ്റേഷനിലോട്ട് തരണം.